സിനിമയിലെ ലഹരി ഉപയോഗത്തിൽ NCBയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നടപടികൾ തുടങ്ങി. 19 നിർദ്ദേശങ്ങളാണ് സിനിമാ സംഘടനകൾക്ക് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നൽകിയിരിക്കുന്നത്. ലഹരി ഉപയോഗം സംബന്ധിച്ച വിവരം നൽകാൻ ടോൾ ഫ്രീ നമ്പറുണ്ട്. ലഹരിക്ക് അടിമകളായവരുടെ പുനരധിവാസത്തിന് NCB സൗകര്യമൊരുക്കും. വിഷയം ചർച്ച ചെയ്യാൻ സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗമുടൻ ഉണ്ടായേക്കും. AMMAയുടെ ജനറൽ ബോഡി യോഗത്തിൽ NCB ഉദ്യോഗസ്ഥർ പങ്കെടുത്തേക്കുമെന്നും വിവരമുണ്ട്. ലേബി സജീന്ദ്രൻ വിവരങ്ങൾ നൽകും. ലേബി, ഇപ്പോൾ NCBക്ക് ഒപ്പം സിനിമാ സംഘടനകളുടെ ഒരു യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ NCB നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ തീരുമാനമാവുകയും ചെയ്തിരുന്നു. അപ്പോൾ 19 നിർദ്ദേശങ്ങളാണല്ലോ, എന്തൊക്കെയാണെന്നാണ് അറിയാനാകുന്നത്. എന്താണ് ഇപ്പോൾ സിനിമാ സംഘടനകൾ എടുക്കുന്ന പുതിയ നടപടികൾ? സ്മൃതി, സിനിമാ സംഘടനകൾ ഈ ലഹരി ഉപയോഗത്തെ, സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗത്തെ കുറച്ചുകൂടി ഗൗരവമായി കാണണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഇത്തരത്തിലൊരു യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചത്. ആ യോഗത്തിലാണ് സിനിമാ സംഘടനകൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. 19 നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഇവർ ലഹരി ഉപയോഗിക്കുന്നവരാരാണെന്നും ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവരിൽ നിന്നുണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യവും അറിയിക്കാൻ ഒരു ടോൾ ഫ്രീ നമ്പർ ഇപ്പോൾ സംഘടനയുടെ ഭാരവാഹികൾക്ക് നൽകിയിട്ടുണ്ട്. ഈ ടോൾ ഫ്രീ നമ്പർ ഇപ്പോൾ അതാത് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് അറിയിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചില സംഘടനകൾ അത് ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. അതുമാത്രമല്ല, ലഹരി വിരുദ്ധ അന്തരീക്ഷം ഒരുക്കാൻ സിനിമാ സംഘടനകൾ തമ്മിൽ ഒരു കരാർ വേണം. അതായത് ഓരോ സംഘടനകളുടെയും ഉത്തരവാദിത്തമാണ് സിനിമയുടെ സെറ്റിൽ നിന്ന് ലഹരി ഉപയോഗം തുടച്ചു മാറ്റുക എന്നുള്ളത്. അതുകൊണ്ട് സിനിമാ സംഘടനകൾ തമ്മിൽ, ഇത് സിനിമാ സംഘടനകളുടെയൊക്കെ ഒരു കൂട്ടുത്തരവാദിത്തമാണ് സിനിമ എന്നത്. അതുകൊണ്ട് പരസ്പരം ഒരു കരാർ ഇത്തരത്തിൽ ലഹരി വിരുദ്ധ അന്തരീക്ഷം ഒരുക്കാനായി ഉണ്ടാക്കേണ്ടതുണ്ട്. ബോധവൽക്കരണ പരിപാടികൾ നിർബന്ധമായും നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തെ സ്വാധീനിക്കുന്നവരാണ് സിനിമാ പ്രവർത്തകർ എന്നതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ലഹരി വിരുദ്ധ ക്യാമ്പയിന് അവർ നേതൃത്വം കൊടുക്കുകയോ അവിടെ ചെന്ന് അത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുത്ത് സംസാരിക്കുകയോ വേണം. വിഷയം ചർച്ച ചെയ്യാൻ സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗം വൈകാതെ വിളിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ AMMAയുടെ ജനറൽ ബോഡി യോഗം അടുത്ത മാസം വരുന്നുണ്ട്. ആ യോഗത്തിലേക്ക് NCB ഉദ്യോഗസ്ഥർ എത്തും എന്നുള്ള സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമകളായിട്ടുള്ള സിനിമാ പ്രവർത്തകരുടെ പുനരധിവാസത്തിന് ഇത്തരത്തിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ തന്നെ മുൻകൈ എടുക്കാമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഇതുവരെ സിനിമ സെറ്റിലോ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട ലഹരി ഉപയോഗമോ ഒക്കെ വലിയ വാർത്തയാകുമ്പോഴും ഏറ്റവും ഒടുവിൽ അതിൽ നിന്ന് ആ കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരു പതിവാണ് ഉള്ളത്. എന്നാൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തുകയോ അല്ലെങ്കിൽ ഒരു കേസ് എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഗൗരവം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് സ്മൃതി. അത് മാത്രമല്ല, ഇപ്പോൾ എക്സൈസോ അതുപോലെ തന്നെ പോലീസോ ഒക്കെ ഒരു കേസ് എടുക്കുമ്പോൾ അതിൽ ഇത്ര പരിധിക്ക് താഴെയുള്ള ഉപയോഗത്തിന് കേസുകൾ ഇത്ര, അല്ലെങ്കിൽ അതിൽ കുറ്റമാകുന്നില്ല, കുറ്റത്തിന്റെ ഗൗരവം എന്ന രീതിയിലൊക്കെ ഉള്ള വേർതിരിവുകളുണ്ട്. ഇതൊന്നും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഇത്തരത്തിലൊരു കേസുമായി മുന്നോട്ട് പോയാൽ അതിൻ്റെ ഒന്നും ഒരു ആനുകൂല്യം, അതായത് വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നതിൻ്റെയോ അല്ലെങ്കിൽ കുറച്ച് ലഹരി വസ്തു മാത്രമേ കയ്യിൽ വച്ചിട്ടുള്ളൂ എന്നതിൻ്റെയോ ഒന്നും ആനുകൂല്യം കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗൗരവം സിനിമാ സംഘടനകൾക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുമുണ്ട്.